എല്ലാവർക്കും ഹായ്. ഇന്നത്തെ വീഡിയോയിൽ ലളിതമായ മെഷീനുകൾ എങ്ങനെ സ്ഥാപിക്കാമെന്ന് നിങ്ങളെ പഠിപ്പിക്കും. വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഒരു ലേത്ത് മെഷീൻ എങ്ങനെ സ്ഥാപിക്കാമെന്ന് നമ്മൾ ചർച്ച ചെയ്തു. ഈ വീഡിയോയിൽ ഒരു ഡ്രില്ലിംഗ് പവർ ഹാക്സോ മെഷീൻ എങ്ങനെ സ്ഥാപിക്കാമെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ലോഹം, സെറാമിക്, മരം, പ്ലാസ്റ്റിക് തുടങ്ങി വിവിധ വസ്തുക്കളിൽ ദ്വാരങ്ങൾ തുളയ്ക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തെ ഡ്രില്ലിംഗ് മെഷീൻ എന്ന് വിളിക്കുന്നു. അതിന് ഒന്നുകിൽ ചുറ്റിക്കറങ്ങുകയോ നിശ്ചലമായി നിൽക്കുകയോ ചെയ്യാം. ഒരു ഡ്രില്ലിംഗ് മെഷീൻ സൃഷ്ടിച്ചേക്കാവുന്ന ദ്വാരതരങ്ങളുടെയും ജ്യാമിതികളുടെയും ഇനി പറയുന്ന ലിസ്റ്റ് അത് എത്രത്തോളം വൈവിധ്യപൂർണമാണെന്ന് വ്യക്തമാക്കുന്നു. ഡ്രില്ലിംഗ്. ഒരു ഡ്രില്ലിംഗ് മെഷീന്റെ ഏറ്റവും സാധാരണമായ ഉപയോഗം അന്ധമായതോ വർക്ക്പീസിലെ ദ്വാരങ്ങളിലൂടെയോ നിർമ്മിക്കുന്നതാണ്. റീമിംഗ്. ഈ പ്രക്രിയ ഇതിനകം തുളച്ച ഒരു ദ്വാരത്തിന്റെ അളവുകളുടെ കൃത്യതയും ഉപരിതല ഫിനിഷും മെച്ചപ്പെടുത്തുന്നു. കൗണ്ടർ സിങ്കിംഗ്. ഒരു ദ്വാരം തുളച്ചതിനുശേഷം വർക്ക്പീസിൽ ഒരു കൗണ്ടർ സിങ്ക് ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു ഫിനിഷ്ഡ് ഉൽപ്പന്നത്തിന്റെ ഉപരിതലത്തേക്കാൾ താഴ്ന്നതോ ഫ്ലഷ് ചെയ്യേണ്ടതോ ആയ ഒരു ഫാസ്റ്റർ ഹെഡ് അതിന്റെ കോണാകൃതിയിലുള്ള കട്ടൗട്ട് കാരണം ഒരു കൗണ്ടർ സിങ്ക് ദ്വാരത്തിൽ ഉൾക്കൊള്ളാൻ കഴിയും. ടാപ്പിംഗ്. ഒരു സ്ക്രൂ അല്ലെങ്കിൽ ബോൾട്ട് പോലെയുള്ള ഒരു ത്രെഡ് ഫാസ്റ്റനർ ഉൾക്കൊള്ളാൻ അത് തുളച്ചതിനുശേഷം ഒരു ദ്വാരം ത്രെഡ് ചെയ്യേണ്ടതായി വന്നേക്കാം. ആന്തരിക ത്രെഡുകൾ മുറിക്കുന്നതിന് ഉപകരണത്തിലേക്ക് ഒരു ടാപ്പ് ബന്ധിപ്പിക്കാൻ കഴിയും. ബോറിംഗ്. ബോറിംഗിന്റെ സാങ്കേതികതയിലൂടെ നിലവിലുള്ള ഒരു ദ്വാരത്തിന്റെ വ്യാസം വർദ്ധിപ്പിക്കാൻ ഒരു ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിക്കാം. ഒരു ഫാസ്റ്റനറുടെ തല വർക്ക് ഉപരിതലത്തോടൊപ്പം താഴെയോ ഫ്ലഷ് ചെയ്യാൻ യോജിപ്പിക്കുന്നതിന് ഒരു കൗണ്ടർ ബോറിംഗ് ടൂൾ ഉപയോഗിച്ച് ആഴം കുറഞ്ഞതും വികസിപ്പിച്ചതുമായ സിലിണ്ടർ കട്ടൗട്ട് നിർമ്മിക്കുന്നു. ഡ്രില്ലിംഗ് മെഷീൻ സ്ഥാപിക്കൽ. ലോഹം, സെറാമിക്, മരം, പ്ലാസ്റ്റിക് എന്നിവയുൾപ്പെടെ വസ്തുക്കളിൽ ദ്വാരങ്ങൾ തുളയ്ക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തെ ഡ്രില്ലിംഗ് മെഷീൻ എന്ന് വിളിക്കുന്നു. അതിൽ ഒന്നുകിൽ ചുറ്റിക്കറങ്ങുകയോ നിശ്ചലമായി നിൽക്കുകയോ ചെയ്യാം. മെഷീനുകൾ സാധാരണയായി സൗകര്യപ്രദമായി ആക്സസ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ യന്ത്രങ്ങളുടെ ശരിയായ പ്രവർത്തനത്തിനുള്ള ഇടം തിരഞ്ഞെടുക്കുക. നിർമ്മാതാവിന്റെ നിർദ്ദേശപ്രകാരം അടിസ്ഥാന തലം തയ്യാറാക്കുക. പ്ലാൻ അനുസരിച്ച് അടിസ്ഥാനം ഉണ്ടാക്കാം. ഫൗണ്ടേഷൻ ഇറങ്ങുന്നതിന് മുമ്പ് ഹോൾഡിംഗ് ഡൗൺ ബോൾട്ട് ഇടുക. മെഷീന്റെ ഭാരം അനുസരിച്ച് അടിത്തറയുടെ ആഴം ഉണ്ടാക്കണം. ലെവലിംഗിനും അലൈൻ ചെയ്യുന്നതിനുമായി മെഷീൻ സ്ഥാനത്ത് വയ്ക്കാം. ഫൗണ്ടേഷൻ സജ്ജീകരിക്കുന്നതിന് മുമ്പ് മെഷീന്റെ അടിഭാഗത്തുള്ള ഹോൾഡിംഗ് ഡൗൺ ദ്വാരത്തിലൂടെ ഒരു ഫൗണ്ടേഷൻ ബോൾട്ട് ചേർക്കുന്നു. കോൺക്രീറ്റ് സജ്ജീകരിച്ച ശേഷം മെഷീൻ തറയിലെ ഫൗണ്ടേഷൻ ബോൾട്ടിൽ ഇടുന്നു. സ്പ്രിറ്റ് ലെവൽ ഉപയോഗിച്ച് മെഷീൻ നന്നായി വിന്യസിക്കുക. സ്പ്രിറ്റ് ലെവൽ രേഖാംശത്തിലും ക്രോസ് ദിശയിലും ചില അളക്കുന്ന പ്രദേശങ്ങളിൽ പ്രയോഗിക്കുന്നു. ഇൻസേർട്ട് വെഡ്ജുകൾ മെഷീൻ ബെഡിന് താഴെയുള്ള വിടവിലേക്ക് നയിക്കണം. വെഡ്ജ് ഇട്ട ശേഷം സ്പ്രിറ്റ് ലെവൽ ഉപയോഗിച്ച് ലെവൽ പരിശോധിക്കുക. ഏതാണ്ട് ശുദ്ധമായ സിമന്റിന്റെ ക്രീം മിശ്രിതമൊഴിച്ചാണ് ഗ്രൗട്ടിംഗ് നടത്തുന്നത്. ഗ്രൗട്ടിംഗ് സജ്ജീകരിച്ച ശേഷം വെഡ്ജുകൾ നീക്കം ചെയ്യാം. മെഷീൻ ബേസ് ഫൗണ്ടേഷൻ ബോൾട്ടുകളിലേക്ക് ദൃഢമായി സ്ക്രൂ ചെയ്യുന്നു. നട്ട് മുറുക്കിയ ശേഷം സ്പ്രിറ്റ് ലെവൽ ഉപയോഗിച്ച് മെഷീന്റെ ശരിയായ സ്ഥാനം ഒരിക്കൽ കൂടി പരിശോധിക്കേണ്ടതാണ്. സർക്യൂട്ട് ബ്രേക്കറുകളുടെ ഉചിതമായ സ്പെസിഫിക്കേഷൻ ഉപയോഗിച്ച് മെഷീനിലേക്ക് വൈദ്യുതി വിതരണം ബന്ധിപ്പിക്കുക. അവസാനം പ്രായോഗിക പരീക്ഷയും ജ്യാമിതീയ പരീക്ഷയും നടത്തുക. റോളറുകളിൽ ഡ്രില്ലിംഗ് മെഷീൻ നീക്കുന്നു. ലക്ഷ്യം. റോളറുകൾ ഉപയോഗിച്ച് ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഒരു ഡ്രിൽ മെഷീൻ ഉയർത്താനും നീക്കാനും ഇത് നിങ്ങളെ സഹായിക്കും. യന്ത്രം ഉയർത്തുമ്പോൾ അതിന്റെ അടിയിൽ സ്ഥാപിക്കാൻ തടികൊണ്ടുള്ള ഒരു കട്ട തയ്യാറാക്കി വെക്കുക. ക്രൗബാർ ഉപയോഗിച്ച് മെഷീന്റെ ഒരു മൂല ഉയർത്തി യന്ത്രത്തിനടിയിൽ തടികൊണ്ടുള്ള കട്ട സ്ഥാപിക്കുക. മരം ബ്ലോക്കിലേക്ക് മെഷീൻ താഴ്ത്തുക. മെഷീന്റെ എതിർകോണിലും ഇതേ നടപടിക്രമം ആവർത്തിക്കുക. മെഷീന്റെ കീഴിൽ തുല്യമായ വിതരണം ചെയ്ത 3-4 റോളറുകൾ സ്ഥാപിക്കുക. ക്രോബാറുകൾ ഉപയോഗിച്ച് മെഷീൻ ഉയർത്തുക. മരം കട്ടകൾ നീക്കം ചെയ്യുക. യന്ത്രം റോളറുകളിലേക്ക് തുല്യമായി താഴ്ത്തുക. നീങ്ങുന്നതിന് മുമ്പ് റൂട്ട് തടസ്സങ്ങളിൽ നിന്ന് വ്യക്തമാണോ എന്ന് പരിശോധിക്കുക. മെഷീന്റെ മുന്നിൽ ഒരു റോളർ സ്ഥാപിക്കുക. സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് ക്രോബാറുകൾ ഉപയോഗിച്ച് ലോഡ് സാവധാനം മുന്നോട്ടു നീക്കുക.
പവർ ഹാക്സോ മെഷീൻ സ്ഥാപിക്കൽ. ലോഹം, സെറാമിക്, മരം, പ്ലാസ്റ്റിക് തുടങ്ങി വിവിധ വസ്തുക്കളിൽ ദ്വാരങ്ങൾ തുളയ്ക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തെ ഡ്രില്ലിംഗ് മെഷീൻ എന്ന് വിളിക്കുന്നു. അതിന് ഒന്നുകിൽ ചുറ്റിക്കറങ്ങുകയോ നിശ്ചലമായി നിൽക്കുകയോ ചെയ്യാം. മെഷീനുകൾ സാധാരണയായി സൗകര്യപ്രദമായി ആക്സസ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ യന്ത്രങ്ങളുടെ ശരിയായ പ്രവർത്തനത്തിനുള്ള ഇടം തിരഞ്ഞെടുക്കുക. നിർമ്മാതാവിന്റെ നിർദ്ദേശപ്രകാരം ഫൗണ്ടേഷൻ പ്ലാൻ തയ്യാറാക്കുക. പ്ലാൻ അനുസരിച്ച് അടിസ്ഥാനമുണ്ടാക്കാം. ഫൗണ്ടേഷൻ ഇറങ്ങുന്നതിനു മുമ്പ് ഹോൾഡിംഗ് ഡൗൺ ബോൾട്ട് ഇടുക. മെഷീന്റെ ഭാരം അനുസരിച്ച് അടിത്തറയുടെ ആഴമുണ്ടാക്കണം. ലെവലിംഗിനും അലൈൻ ചെയ്യുന്നതിനുമായി മെഷീൻ സ്ഥാനത്തു വയ്ക്കാം. ഫൗണ്ടേഷൻ സ്ഥാപിക്കുന്നതിനു മുമ്പ് മെഷീന്റെ ഹോൾഡിംഗ് ഡൗൺ ദ്വാരത്തിലൂടെ ഒരു ഫൗണ്ടേഷൻ ബോൾട്ട് ചേർക്കുന്നു. കോൺക്രീറ്റ് സജ്ജീകരിച്ച ശേഷം മെഷീൻ തറയിലെ ഫൗണ്ടേഷൻ ബോൾട്ടിൽ ഇടുന്നു. സ്പ്രിറ്റ് ലെവൽ ഉപയോഗിച്ച് മെഷീൻ നന്നായി വിന്യസിക്കുക. സ്പ്രിറ്റ് ലെവൽ രേഖാംശത്തിലും ക്രോസ് ദിശയിലും ചില അളക്കുന്ന പ്രദേശങ്ങളിൽ പ്രയോഗിക്കുന്നു. ഇൻസേർട്ട് വെഡ്ജുകൾ മെഷീൻ ബെഡിന് താഴെയുള്ള വിടവിലേക്ക് നയിക്കണം. വെഡ്ജിട്ട ശേഷം സ്പ്രിറ്റ് ലെവൽ ഉപയോഗിച്ച് ലെവൽ പരിശോധിക്കുക. ഏതാണ്ട് ശുദ്ധമായ സിമന്റിന്റെ ക്രീം മിശ്രിതം ഒഴിച്ചാണ് ഗ്രൗട്ടിംഗ് നടത്തുന്നത്. ഗ്രൗട്ടിംഗ് സജ്ജീകരിച്ച ശേഷം വെഡ്ജുകൾ നീക്കം ചെയ്തേക്കാം. മെഷീൻ ബേസ് ഫൗണ്ടേഷൻ ബോൾട്ടുകളിലേക്ക് ദൃഢമായി സ്ക്രൂ ചെയ്യുന്നു. നട്ട് മുറുക്കിയ ശേഷം സ്പ്രിറ്റ് ലെവൽ ഉപയോഗിച്ച് മെഷീന്റെ ശരിയായ സ്ഥാനം ഒരിക്കൽ കൂടി പരിശോധിക്കേണ്ടതാണ്. സർക്യൂട്ട് ബ്രോക്കറുകളുടെ ഉചിതമായ സ്പെസിഫിക്കേഷൻ ഉപയോഗിച്ച് മെഷീനിലേക്ക് വൈദ്യുതി വിതരണം ബന്ധിപ്പിക്കുക. അവസാനം പ്രായോഗിക പരീക്ഷയും ജ്യാമിതീയ പരീക്ഷയും നടത്തുക. ഇന്നത്തെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഒരു ലേത്ത് മെഷീൻ സ്ഥാപിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ കണ്ടതിന് നന്ദി. നല്ലൊരു ദിവസം നേരുന്നു.